വലിയ ദുഷ്പ്രചരണങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലാകെ ഉണ്ടായിട്ടുള്ളത്. ആ പാനൂർ പരിസര പ്രദേശത്തുള്ള ചില കുബുദ്ധികൾ ഞാൻ ഈ കേസിലെ പ്രതിയെ സഹായിക്കുകയാണ്, MLA കേസിലെ പ്രതി രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തി. ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പാലത്തായി കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നയാൾ എന്ന് എന്നെക്കുറിച്ച് ആക്ഷേപം പറയുകയുണ്ടായി. അതിലൊന്നും വലിയ കാര്യമില്ല. പ്രതി കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് നമ്മൾ പറയുക. ആദ്യം തന്നെ നമുക്ക് കോടതി പറയുന്നതിന് മുൻപേ പറയാൻ സാധിക്കില്ല. പക്ഷേ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ആ മൊഴിയെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ അന്വേഷണം നടത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ അന്വേഷണം നടന്നു. അതിൻ്റെ ഭാഗമായി തെളിവുകളെല്ലാം ശേഖരിച്ച് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുകയാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന്. ഇതൊരു പാഠമാണ്. അധ്യാപകർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ്. രക്ഷിതാക്കൾ കഴിഞ്ഞാൽ, വീട്ടിലെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ അധ്യാപകരാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. ആ അധ്യാപകർ തന്നെ ഇതുപോലെ പെരുമാറുന്ന അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അധ്യാപകരായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കടുത്ത ശിക്ഷ കിട്ടുകയാണ് വേണ്ടത്. സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ശിക്ഷാവിധി ഒരു പാഠമാകും എന്ന് കരുതുന്നു.